യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എനിക്കൊരു 10-20 വർഷമായിട്ട് എനിക്ക് എൻ്റെ യൂട്രസ് ഇറങ്ങി വരുന്ന രോഗമായിരുന്നു. പറയുന്നത് ശ്രദ്ധിച്ചോളട്ടെ. നിങ്ങൾ എത്ര വർഷം എന്ന് പറഞ്ഞപ്പോ 20 വർഷം. അപ്പൊ എനിക്ക് ഇറങ്ങി വരുന്ന രോഗം, എനിക്ക് എപ്പോഴും നടുവേദനയോ നിലത്തിരിക്കാനോ ഒന്നും പറ്റത്തില്ല. എപ്പോഴും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അത്ഭുത ജപമാല ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. 90 ദിവസം അത്ഭുത ജപമാലയെ കണ്ടു, 90 ദിവസത്തെ എപ്പിസോഡ് എടുത്തിട്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ യൂട്രസ് ഇറങ്ങി വരുന്നവരെയൊക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ സൗഖ്യപ്പെടുത്തിയ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, യൂട്രസ് ഇറങ്ങി വരുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവെ എന്ത് സൗഖ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 5-6 മാസമായി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ, മനസ്സിലായോ? 90 ദിവസം അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ പ്രാർത്ഥിച്ചു. അതിലൊക്കെ പല പ്രാവശ്യം അച്ഛൻ വിളിച്ച് പറഞ്ഞു, അതൊക്കെ വിശ്വസിച്ചു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എന്നെയും സുഹൃത്തിനെ പല സാക്ഷ്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നെയും സുഹൃത്തിനെ കർത്താവെ കാനാങ്കാരി സ്ത്രീയിലെ ആ കാനാങ്കാരി സ്ത്രീ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, കർത്താവെ സഹായിക്കണേ. കണ്ടോ? അപ്പം അങ്ങനെ എളിമയോടെ പറയണം, കർത്താവെ സഹായിക്കണേ. സഹായിച്ചു. പിന്നെ വീട്ടിൽ അപ്പടി വാവലിൻ്റെ ശല്യമായിരുന്നു, ഭയങ്കരമായിട്ട് ശല്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം കിട്ടിയാൽ, പേരക്കയാട്ടെ റംബുട്ടാനാട്ടെ ഒരു സാധനം കിട്ടിയാൽ എല്ലാം പറിച്ച് തള്ളി താഴെയിടും. പച്ച പേരക്ക വരെ വന്ന് തിന്നും, മുറ്റത്ത് തന്നെ നിൽക്കുന്ന പേരക്ക വരെ ഞാൻ നോക്കി പഴുത്ത് വരാനായപ്പോഴത്തേക്കും അതും പറിച്ച് തിന്ന്. ആദ്യമായിട്ട് കാഴ്ചതായിരുന്നു, അതുപോലെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ട് ഉപ്പുണ്ടായിരുന്നു, ആനാവെള്ളം, ഒലിവ് ഓയിൽ, അതൊക്കെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പിട്ട് ഞങ്ങൾ പറമ്പിന് ചുറ്റും വെഞ്ചരിച്ച് 7 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വാവലിൻ്റെ ഒരു ശല്യം പേരക്കയൊക്കെ പഴുത്താലും താഴെ വീണ് പോകുന്നല്ലാണ്ട് ഇപ്പോൾ ഒരു സാധനം പോലും അതുപോലെ തന്നെ പല്ലി, പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെരക്കകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആനാവെള്ളമൊക്കെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് തുടയ്ക്കുകയും തളിക്കുകയും ആനാവെള്ളം തളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പല്ലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറിപ്പോയി. പിന്നെ എൻ്റെ ഈ കയ്യിൽ ഒരു ചൊറിഞ്ഞ് തടിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴും ചൊറിച്ചിലായിരുന്നു, ഒരു തടിപ്പ് പോലെ വന്ന്. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉലുവയിൽ പുരട്ടി. അപ്പോൾ ആ തടിപ്പ് അവിടെ നിന്ന് മാറിപ്പോയി. ഒരു കുഴപ്പമില്ല. യേശുവേ സ്തുതി. നന്ദി പറയുന്നു. വലിയ സാക്ഷിയാണ് കേട്ടത്.